നമ്മളിന്ന് കൊണ്ടുവന്ന ഹൈനോടെക് ജർമ്മനിയുടെ തികച്ചും ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന RW43 പെയർ സ്ട്രാപ്പ് വരുന്ന ഒരു അടിപൊളി സ്മാർട്ട് വാച്ചാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതായിട്ട് നമുക്ക് പതിയെ പോലെ അൺബോക്സിംഗ് തന്നുള്ള കുവൈറ്റ് സിറ്റി ത്രിബിൾ മൊബൈൽസ് ആണ്. ഷോപ്പിംഗ് ലൊക്കേഷനും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നോർമലി നമ്മൾ കാണുന്ന അതേ ഒരു ബോക്സ് തന്നെയാണ്. നല്ല പിങ്ക് കളറിലാണ് ഈ ഒരു ബോക്സ് വന്നിട്ടുള്ളത് കേട്ടോ. മുകളിൽ നമുക്ക് ഹൈനോടെക് ജർമ്മനി HD IPS AMO LED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. RW43 മോഡൽ കൊടുത്തിട്ടുണ്ട്. 3 പെയർ സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. നേരെ പ്രൊഗഷൻ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള സ്ട്രാപ്പ് വരുന്നുണ്ട് അവിടെ നമുക്ക് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സിലിക്കോൺ ആയിട്ടുള്ളത്, ലെതർ, അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാച്ചിന് തികച്ചും നമ്മൾ പുതിയൊരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. KLT ഫിറ്റ് പ്രോ എന്നൊരു ആപ്ലിക്കേഷൻ ആണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ് കൊടുത്തിട്ടുണ്ട്. നോൺ മെഡിക്കൽ ആണ്, ഡീറ്റെയിൽ ആയിട്ട് കമ്പനിയോട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മളെ വാച്ച് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നേരെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയലിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. 3 സ്ട്രാപ്പ് നമുക്കിവിടെ കാണാം. ഇതിന്റെ കൂടെ നമുക്കൊരു കൈ ചെയിൻ, ഒരു ബ്രേസ്ലെറ്റും കമ്പനി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഈ ഒരു കൈ ചെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോംപ്ലിമെന്ററി എന്ന നിലയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റം ആണെന്ന് വിശ്വസിക്കട്ടാ. താല്പര്യമുള്ളവർക്കൊക്കെ അത് കൈമിൽ യൂസ് ചെയ്യാം. ജസ്റ്റ് മാറ്റി വെക്കാം. നമ്മുടെ വാച്ചിന്റെ ഡയൽ നമുക്ക് എടുത്ത് വെക്കാം. റൗണ്ട് ടൈപ്പിൽ ഗോൾഡ് കളറിലാണ് ഈ ഒരു ഐറ്റം നമുക്ക് വന്നിട്ടുള്ളത്. മുകളിൽ ഹൈനോടെക് ജർമ്മനി എന്നുള്ള സ്റ്റിക്കർ ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ അതുകൊണ്ട് ഓപ്പൺ ചെയ്യാം. HD IPS AMO LED ഡിസ്പ്ലേയുടെ ആ ഒരു ക്വാളിറ്റി നമുക്ക് തികച്ചു കറക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 2 ബട്ടൺ വരുന്ന ഒരു ക്രൗൺ ബട്ടണും ഒരു നോർമൽ ബട്ടൺ വരുന്നുണ്ട്. ഈ ഒരു ബട്ടണാണ് നമുക്ക് പവർ ഓൺ ഓഫ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് മെനു സെലക്ട് ചെയ്യുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാം. നേരെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പീക്കർ ഏരിയ വളരെ ചെറിയൊരു സ്പീക്കറാണ്. അത്യാവശ്യം നല്ലൊരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് സെൻസസ് കാര്യങ്ങൾ, ചാർജ് പോയിന്റ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് ഈ ഒരു ബോക്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ചാർജർ നോർമലി നമ്മൾ ഹൈനോടെക് ജർമ്മനിയിൽ ഇതുവരെ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ചാർജർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പുള്ള എല്ലാ മോഡലും ഈ ഒരു ടൈപ്പ് ചാർജർ തന്നെയാണ് ഹൈനോടെക് കൊണ്ടുവന്നുള്ളത്. അതേ ഒരു ക്വാളിറ്റിയിൽ ഏകദേശം 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ചാർജറാണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. അത്യാവശ്യം ഒരു മാഗ്നറ്റിക് പവർ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് വെച്ചാൽ മാത്രം മതി. ജസ്റ്റ് ആ രീതിയിൽ ചാർജ് ആവും. താഴെ നമുക്ക് അതിന്റെ ഒരു വാറന്റി കാർഡും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹൈനോടെക് ജർമ്മനി അതിന്റെ ഒരു വാറന്റി കാർഡും കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ചെയിന്റെ സ്ട്രാപ്പ് നമുക്കൊന്ന് ഇട്ട് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് ജസ്റ്റ് നീക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് ഇടാൻ വേണ്ടി സാധിക്കും. ആ സ്ട്രാപ്പ് ഇടുമ്പോഴാണ് ഈ ഒരു വാച്ചിന്റെ ടോട്ടൽ ലുക്ക് അടിമുടി മാറുന്നത്. അത്യാവശ്യം നല്ലൊരു ലുക്ക് വരുന്നുണ്ട്. ഈ ഒരു ഗോൾഡ് കളറിലായിട്ട് നമുക്ക് തന്നെ ആ ഒരു ലുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു ഐറ്റാണ്. നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിത് ചെയിന് കണ്ണി കുറക്കണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഇതിൽ നമുക്കുള്ളതാണ്. അതൊന്നും യാതൊരു പ്രശ്നമില്ല. ഇത് നമുക്ക് എന്തായാലും ഈ ഒരു സ്മാർട്ട് വാച്ച് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ബട്ടനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂ സെക്കൻഡ് കൊണ്ട് തന്നെ ഹൈനോടെക് ജർമ്മനി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്മാർട്ട് വാച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ പെട്ടെന്ന് അത് ഓൺ ആയിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ? ആ ഒരു ഡയൽ നമുക്ക് ഓൺ ആയിട്ട് വരുന്നുണ്ട്. ഈ ഡയൽ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്രൗൺ ബട്ടൺ ഇതുപോലെ നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലേഡീസിന്, തികച്ചും ലേഡീസിന് പർപ്പസിലാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അതേ രീതിയിലുള്ള ഒരു ഡയൽ മോഡുകളാണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. തികച്ചും ലേഡീസിനാണ്. അതേ രീതിയിലുള്ള ഡയൽ മോഡുകളും കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. ഡയൽ നമുക്കൊന്ന് കൂടുതലായിട്ട് പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അവൈലബിൾ ആണ് കേട്ടോ. അതും കൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ലെഫ്റ്റിൽ നിന്ന് നമ്മൾ സ്വൈപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കസ്റ്റം ആയിട്ട് നമുക്ക് മ്യൂസിക്കോ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ സ്പോർട്സ് മോഡൽ വെതർ എന്ത് വേണമെങ്കിലും നമുക്ക് കസ്റ്റം ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. റൈറ്റിൽ നിന്ന് ആകുമ്പോൾ നമുക്ക് മ്യൂസിക് വരുന്നുണ്ട്. അതുപോലെ തന്നെ വെതർ റിപ്പോർട്ട് കാര്യങ്ങൾ, ഹാർട്ട് റേറ്റ് കാര്യങ്ങളും പിന്നെ അവിടെ തന്നെ നമുക്കും കസ്റ്റം ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് താഴത്തുനിന്ന് റൈറ്റ് സൈഡിൽ നമുക്ക് വരുന്നത്. താഴത്തുനിന്ന് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ AM PM അത് കാണിക്കുന്നുണ്ട്, ഡേറ്റ് ടൈം കാണിക്കുന്നുണ്ട്, ബാറ്ററി പെർസെന്റേജ് കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് താഴത്തുനിന്ന് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് വാച്ച് നമ്മൾ ഫോണുമായി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാം. ഇനി മെനു സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ക്രൗൺ ബട്ടണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മെനു ഓൺ ആവും. മെനു ഇതുപോലെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ മെനുവിന്റെ മോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഏകദേശം 5ഓളം മോഡ് നമുക്ക് ഇവിടെ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം ടച്ച് നമ്മൾ നോക്കുകയാണ്, അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് ഇതിന്റെ ടച്ച് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു മെനുവിന്റെ മോഡൊക്കെ നമ്മൾ ഹൈനോടെക് ജർമ്മനിയിൽ ഇതുവരെ കണ്ടിട്ടുള്ള ആ ഒരു മോഡൽ അതേ രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കമ്പനി കൊണ്ടുവന്നിട്ടില്ല. ഇനി മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴാണ് കൂടുതൽ ഓപ്ഷൻ വരുന്നത്. ഈ ഫസ്റ്റ് കാണുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണുമായി കണക്ട് ചെയ്യാനുള്ളതാണ്. ബ്ലൂടൂത്തിന്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ അലാറം ക്ലോക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് പിന്നീട് വരുന്നത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ആ ഒരു QR കോഡ് കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. ജനറൽ അതിന്റെ അബൌട്ട് ലാംഗ്വേജ് കാര്യങ്ങൾ, റീസ്റ്റാർട്ട് കാര്യങ്ങളാണ്. വൈബ്രേഷൻ മോഡ് സെറ്റ് ചെയ്യാൻ, സൗണ്ട് വൈബ്രേഷൻ നമുക്ക് കാര്യങ്ങൾ വരുന്നത്. ഈ ഒരു വാച്ചിൽ നമുക്ക് കോള് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ അതിന്റെ
ബോഡിയോ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ പാസ്വേഡ് കൊടുക്കാൻ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് കാര്യം എല്ലാവരും ചോദിക്കുന്നതാണ് ടൈം സെറ്റിംഗ്സ്, അതായത് 24ഉം 12 അവേഴ്സും സെറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നത് 12 നമുക്ക് 24 അവേഴ്സ് വേണമെങ്കിൽ ഇവിടെ എനേബിൾ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒട്ടുമിക്ക ഓപ്ഷൻസും അതുപോലെ നൈറ്റ് മോഡ് അത്തരത്തിൽ നോർമലി നമുക്ക് ഹൈനോടെക് ജർമ്മനിയിൽ നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒട്ടുമിക്ക ഓപ്ഷനും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഹൈനോടെക്കിന്റെ RW43 എന്നുള്ള ഈ ഒരു ലേഡീസിന് പർപ്പസിൽ കമ്പനി കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു സ്മാർട്ട് വാച്ച് വന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു സൈസ് നമ്മൾ പറയുകയാണെങ്കിൽ 40mm സൈസിലാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഒരു ലേഡീസിന് നിങ്ങൾക്ക് ഒരു ചെയിൻ ടൈപ്പ് റൗണ്ട് ഡയലിൽ ഒരു സ്മാർട്ട് വാച്ച് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈനോടെക് ജർമ്മനിയുടെ RW43 എന്നുള്ള ഈ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ആ കൊടുക്കുന്ന കാശിനുള്ള ഒരു മുതലായിട്ട് തന്നെയാണ് ഹൈനോടെക്കിന്റെ ഈ ഒരു ഐറ്റം നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. കേസ് എല്ലാം ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ.